കവിതയും കഥകളുമായി ഹാപ്പിനെസ് ഫിലിം ഫെസ്റ്റിവൽ രണ്ടാം ദിനം. നടൻ ഇർഷാദ് അലിയുടെ സാന്നിധ്യവും ശ്രദ്ധേയമായി. നിരവധി പേരാണ് നടനുമായി സംസാരിക്കാനും ഫോട്ടോയെടുക്കാനും എത്തിച്ചേർന്നത്. പൂക്കാതിരിക്കാൻ എനിക്കാവില്ല എന്ന അയ്യപ്പ പണിക്കരുടെ പ്രശസ്തമായ വരികൾ പോലെ ആവേശം പൂത്തുനിന്ന അന്തരീക്ഷത്തിലായിരുന്നു ഹാപ്പിനെസ് ഫിലിം ഫെസ്റ്റിവലിന്റെ രണ്ടാം ദിനം. മലയാള സിനിമാ നടൻ ഇർഷാദ് അലിയുടെ സാന്നിധ്യം മേളയ്ക്ക് പുത്തൻ ഉണർവ് പകർന്നു. വെറുമൊരു അതിഥിയായല്ല, മറിച്ച് കവിതയെ പ്രണയിക്കുന്ന ഒരു കലാകാരനായിട്ടാണ് അദ്ദേഹം കാണികൾക്ക് മുന്നിൽ എത്തിയത്. ഒറ്റവഴി പ്രണയമധുരം ആസ്വദിച്ചു തുടങ്ങിയാൽ അവൾ തിരിച്ചു പ്രണയിച്ചു തുടങ്ങില്ലേ എന്ന് മുട്ടി പ്രാർത്ഥന ചെയ്തു പോകുന്നത്. ഒറ്റവഴി പ്രണയമധുരം ആസ്വദിച്ചു തുടങ്ങിയാൽ അവൾ തിരിച്ചു പ്രണയിച്ചു തുടങ്ങില്ലേ എന്ന് മുട്ടി പ്രാർത്ഥന ചെയ്തു പോകും എന്നാണ് കവി പറഞ്ഞത്. താനും കവിതകൾ എഴുതാറുണ്ടെന്ന കാര്യം താരം വേദിയിൽ വെളിപ്പെടുത്തി. കവിതകൾ വെറുമൊരു വായനയല്ലെന്നും അവ പൊതുസമൂഹത്തിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് എത്തിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കവികൾ തങ്ങളുടെ വരികൾക്കിടയിൽ ഒളിപ്പിച്ചുവെക്കുന്ന സങ്കീർണമായ അർത്ഥതലങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. തുടങ്ങിയ ഒരു പരിപാടിയാണ് പൂക്കാതിരിക്കാൻ എനിക്കാവില്ല എന്ന് പറയുന്ന ഒരു കവിതയും വർത്തമാനമായിട്ട് ഒരു മണിക്കൂർ നേരം അത് കവിത ഇഷ്ടപ്പെടുന്ന ആളുകളുമായി ശരീരിക്കുക. ഉച്ചനേരത്തിൽ തിരക്ക് കുറവ് ആയതുകൊണ്ട് അല്ലെങ്കിൽ സിനിമയില്ലാത്ത നേരം കൊണ്ട് നടന്ന അക്കാഡമിയിലെ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു നമുക്ക് വിളിച്ചാൽ ഞാനിങ്ങോട്ട് പറഞ്ഞിരുന്നത് നമുക്ക് എപ്പോഴും സമയം കിട്ടുമ്പോൾ ചെയ്യാം. ഇവിടെ ഈ സമയത്ത് വന്നു, അപ്പോൾ കുറച്ച് ആളുകളുണ്ട് ചെയ്യാൻ. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.